ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്? ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ലുക്കിൽ തന്നെ വളരെ സിമ്പിൾ ആയിരിക്കണം, അതേപോലെ തന്നെ വളരെ പ്രൊഫഷണലും ആയിരിക്കണം. കുറേ പേര് നമുക്ക് ചെയ്യുന്നതാണ് കുറേ എന്താ പറയുക യൂസ്ലെസ് ആയിട്ടുള്ള കുറേ കോണ്ടന്റ് മാത്രമല്ല കുറേ എക്സ്ട്രാ ആയിട്ടുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ബൾക്കായിട്ട് ഒരു പേജിലും കിട്ടും. പക്ഷേ ഒരു ക്ലയൻറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് അത് എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഒരു 10-30 പേജിലുള്ള വെബ്സൈറ്റ് അത്രയും ലോങ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലാണ്ട് ഒരു നോർമൽ വെബ്സൈറ്റ് നമ്മൾ അതേപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഫീൽ ചെയ്യും. ക്ലയൻസിന് വന്നു കഴിഞ്ഞാൽ സ്ക്രോളിങ് അത്രയും ചെയ്ത് നോക്കാനുള്ള ടൈമിങ് അവർക്ക് കാണില്ല. അവർക്ക് വന്നു കഴിയുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർവീസ് കൊടുക്കുന്ന കമ്പനിയാണെങ്കിൽ അവരുടെ സർവീസ് എന്തൊക്കെയാണ്, അവരുടെ ടെസ്റ്റിമോണിയൽ, ഇതിന് മുമ്പ് ചെയ്ത പ്രീവിയസ് വർക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ക്ലയൻസിന് അവർ കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുക. അതിനുശേഷമാണ് നമുക്കൊരു വർക്ക് തരിക. അതേപോലെ നമ്മൾ 1500 മുതൽ വെബ്സൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അത് ചെയ്യാനും പറ്റും. സോ ഈ 1500 എന്താണ് വെബ്സൈറ്റിൽ വരുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കോണ്ടന്റ് ഒരു പക്ഷേ വരും. പക്ഷേ നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് കാരണം എത്രത്തോളം അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, കാരണം അത് ഞാൻ 100% പറയും ഒരു തരത്തിലും അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മലയാളികൾക്കൊരു മെയിനായിട്ടുള്ളൊരു കുഴപ്പമുണ്ട്. കാരണം ഏറ്റവും ചീപ്പായിട്ടുള്ളത് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണം. കാരണം ആ ഒരു മെത്തേഡ് ബിസിനസ്സിലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോകും. കാരണം 1500 വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും, ഞങ്ങൾ പറഞ്ഞ രീതിക്ക് അത് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല, സോ എന്താണ് ഇനി ചെയ്യുക. അപ്പം അവർക്ക് ഇപ്പം ക്ലയൻറ്റിനെ സംബന്ധിച്ച് ക്ലയൻറ്റ് ചോദിക്കുന്ന കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതേ സമയത്ത് സർവീസ് പ്രൊവൈഡർ പറയുകയാണ് നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സ്ഥാപനത്തിലും ആളുടെ സൈഡിൽ നിന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. പുള്ളി മേടിച്ച റേറ്റിന് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കൊടുത്തു. ഒരു ടെംപ്ലേറ്റിൽ, കസ്റ്റം ടെംപ്ലേറ്റിൽ പുള്ളി കൃത്യമായിട്ടുള്ള കോണ്ടന്റ് ആഡ് ചെയ്ത് കൃത്യമായിട്ട് കൊടുത്തു. സോ ഇത്രയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. അതേപോലെ മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം കോണ്ടന്റ് സ്ക്രോൾ ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ കോൾ ടു ആക്ഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ. എല്ലാവ IT-യുടെ അടുത്ത് നിന്ന് ഒരു കമ്പനി ഒരു വെബ്സൈറ്റ് ഓരോരു ആപ്പ് ഡെവലപ്മെൻറ്റ് സർവീസ് ചെയ്താൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന നിലയിൽ ഹൗ ക്യാൻ യു പ്രൊവൈഡ് 24/7 സപ്പോർട്ട്? ആക്ച്വലി നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മളിത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മെയിൻ്റെനൻസ് നമ്മൾ നോക്കും എന്തായാലും. സോ അവരുടെ ഭാഗത്തും ഒരു മെയിൻ്റെനൻസ് ടീം ഉണ്ടാവും. കാരണം ഏതൊരു കമ്പനിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നിടത്തും അവരൊരു IT ടീം ഉണ്ട്. സോ അവരും ഇതിന് വേണ്ടിയിട്ട് ബാക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യും. സോ എന്നാലും നമ്മുടെ ടീം മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഇപ്പം മെയിൻ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ, ഇപ്പോൾ വെബ്സൈറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബഗ്സ് കാര്യങ്ങൾ, ലോഡിങ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ഇമെയിൽ സെറ്റപ്പ് ഇഷ്യൂസ്, പിന്നെ ഹോസ്റ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ 24/7 എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കുറച്ച് അത്യാവശ്യം വലിയ ബഗ്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. Does the loading speed really affect? തീർച്ചയായും. കാരണം നിങ്ങളിപ്പം ചെയ്യുന്ന വെബ്സൈറ്റ്സ് ആയിട്ടുണ്ടെങ്കിലും അതിലൊരു കൺവേർഷൻ അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം വെബ്സൈറ്റ് ചെയ്ത് അത് ഒപ്റ്റിമൈസ് ചെയ്യും. ആ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ലോഡിങ് സ്പീഡ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വിസിറ്റ് ചെയ്യുമ്പം ഇമേജ് ലോഡാകാൻ ടൈം എടുക്കും. അതേപോലെ തന്നെ അതൊരു പക്ഷേ ആ ലോഡാകാൻ ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഹോസ്റ്റിംഗ് മോശപ്പെട്ടുകൊണ്ടായിരിക്കാം. പിന്നെ ലാർജ് ഇമേജസ് ആയിരിക്കാം. അതേപോലെ തന്നെ കൂടുതലായിട്ടും എക്സീവ് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൺവേർഷനും കാര്യങ്ങളെല്ലാം തന്നെ ഡിലേ ആവും. നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡ് ആകാതെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ആസ് എ ക്ലയൻറ്റ് ഇപ്പം ഞാനൊരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കുകയാണ്, അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും വരുന്നില്ല ലോഡായി. അപ്പോൾ ഞാൻ മിനിറ്റുകളോളം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സോ ആരും അങ്ങനെ നിൽക്കില്ല. കാരണം സർവീസ് കൊടുക്കുന്ന ഇപ്പം ഞാനല്ലെങ്കിൽ വേറൊരു ടീം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കൺവേർട്ട് ആകാനുള്ള ചാൻസസും ഉണ്ട്. സോ ഇതുകൊണ്ടാണ് മെയിൻലി വരുന്നത്. ഹൗ ഡസ് ഇലവ IT കീപ്പ് അപ്പ് വിത്ത് ദ ടെക് ട്രെൻഡ്സ്? അത് ക്ലയൻസിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഞങ്ങളുടെ ടീമിന് ഞങ്ങൾ ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുക്കും ഓൺ ടൈമിൽ. അതേപോലെ തന്നെ പുതിയ പുതിയ ഇൻഡസ്ട്രിയൽ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അലർട്ട് ആവും. സോ അതിനനുസരിച്ച് ഇപ്പം തന്നെ നമുക്ക് റീസെൻ്റ്ലി നമുക്ക് നോക്കിയാൽ കാണാം AI അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് എന്തൊക്കെ നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു സൈഡിൽ AI സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ അഡീഷണൽ ആയിട്ടൊരു ഫീച്ചർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് നോക്കും. അതിന് മെയിൻലി നമ്മുടെ ടീമിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്സ് ഓൺ ടൈമിൽ കൊടുക്കും. അതേപോലെ തന്നെ റിസർച്ച് കാര്യങ്ങൾ നടത്തും. പിന്നെ അപ്ഗ്രേഡേഷൻ ഓഫ് ടൂള് കാര്യങ്ങൾ പിന്നെ അത് അലൈൻ ചെയ്ത്. ഹൗ ഡസ് ഇലവ IT കീപ്പ് അപ്പ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക് ട്രെൻഡ്സ്? അത് കസ്റ്റമേഴ്സിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിലിപ്പോൾ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ പല വെബ്സൈറ്റ്സിൽ ഇപ്പം ഒരു മെയിൻലി നമ്മളൊരു സ്പെക്സിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. ഒരു സ്പെക്സിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും
ഇപ്പം നോർമലി നമ്മളൊരു സ്പെക്സ് വെക്കുന്ന രീതിയിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അതെങ്ങനെ ഇരിക്കും, നമ്മുടെ ആ ഒരു മാച്ചിങ് ആണോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ നോക്കാൻ പറ്റും മേടിക്കുന്നതിന് മുമ്പ് തന്നെ. അതേപോലെ തന്നെ അതേ ഒരു ഫീച്ചർ നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കിപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓൺലൈനിൽ മേടിച്ച് റിട്ടേൺ ആക്കുന്ന ആൾക്കാരാണ്. സോ നമ്മൾ ജസ്റ്റ് നോക്കി ഓൺലൈൻ നോക്കി എങ്ങനെ ഉണ്ട് എന്ന് ഈ സെയിം ഫീച്ചർ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും ആപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സും അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെബ്സൈറ്റ് ഓർ ആപ്പാണ് ചൂസ് ചെയ്യുന്നത്. പിന്നീട് അവരെന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ, അതോ നമ്മുടെ വെബ്സൈറ്റിൽ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അത് മെയിൻലി കൺസിഡർ ചെയ്യുന്ന ക്ലയൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. ക്ലയൻറ്റിൻ്റെ എമൗണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം യൂസ്, പിന്നെ അതേപോലെ തന്നെ അവരുടെ ആ ഒരു എന്താണ് പർപ്പസ് കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞ് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റേജ് എടുക്കുക. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസും ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമായിട്ടും ഉണ്ട്. സോ നമ്മൾ ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രീ ബിൽട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച്. അതിപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കോഡഡ് വെബ്സൈറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ടെംപ്ലേറ്റ് വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം നല്ലപോലെ റേറ്റ് കുറവാണ്. സോ നമുക്കൊരു പോർട്ട്ഫോളിയോ, നോർമൽ ഒരു പോർട്ട്ഫോളിയോ, അതുപോലെ തന്നെ നോർമൽ ഒരു ചെറിയ കമ്പനിയുടെ വെബ്സൈറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഫുള്ളി എന്താ പറയുക, നോർമൽ വെബ്സൈറ്റ്സ് ആണ്. കാരണം ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കസ്റ്റമായിട്ട് നമുക്ക് വരുന്ന ഫോട്ടോസ്, അതുപോലെ കോണ്ടന്റ്സ് കാര്യങ്ങൾ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ. ആഫ്റ്റർ ഐ കംപ്ലീറ്റ് ദ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് എത്ര ടൈം കൊണ്ട് എനിക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇപ്പം ഒരു എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ് CH സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫുള്ളി ഡിപ്പെൻഡ് അപ്പോൺ യുവർ സ്കിൽ, നോട്ട് ഓൺലി ദ സർട്ടിഫിക്കേഷൻ. ആക്ച്വലി സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. EC കൗൺസിൽ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അമേരിക്കയിൽ നിന്ന് അവരാണ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക്. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് ഓൾ ഓവർ ഇന്ത്യ ആൻഡ് അബ്രോഡ് എല്ലാം വാലിഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന കാര്യത്തിൽ ഡൗട്ട്സോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് യു വാണ്ട് ടു ഡെവലപ്പ് യുവർ സ്കിൽസ് ഓൾസോ. ഇപ്പം സ്കില്ല് ഡെവലപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സർട്ടിഫിക്കേഷൻ കയ്യിൽ വെച്ചിട്ടും, ഈവൻ ഒരു ഡിഗ്രി പോലും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഡിഗ്രി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ആ സ്കില്ലില്ലാന്ന് കമ്പനി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അവരെ എടുക്കില്ല എന്തായാലും ഇൻ്റർവ്യൂവിൽ. സോ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ആഫ്റ്റർ കംപ്ലീറ്റ് ദ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് എത്ര ടൈം കൊണ്ട് എനിക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ കഴിയും? ഇപ്പോൾ എനിക്കൊരു ഓൺ എത്തിക്കൽ ഹാക്കിംഗ് സർവീസ് പെട്ടെന്ന് ഓഫർ ചെയ്യാൻ കഴിയുമോ? ഓർ ഡു ഐ നീഡ് എനി സ്പെഷ്യൽ ലൈസൻസസ് ഓർ പെർമിഷൻസ് ഫസ്റ്റ്? ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യുന്നതിന്, റിയൽ വേൾഡിൽ വർക്കൗട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു റിയൽ വേൾഡിൽ എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളതും, അതുപോലെ തന്നെ പല ഡൊമൈൻസിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. പെൻ ടെസ്റ്റിങ് അങ്ങനെ തുടങ്ങിയ പലതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതിന് പുറമെ നിങ്ങൾക്കൊരു സർവീസ് ആയിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ തന്നെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഓതറൈസേഷൻ നിങ്ങൾക്ക് വേണം. സോ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് 100% ഇല്ലീഗലാണ്. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ ഐ മാനേജ് CH കോഴ്സ് ആൻഡ് വാട്ട് അബൌട്ട് ദ ഇൻറ്റേൺഷിപ്പ് ദാറ്റ് പ്രൊവൈഡഡ് ബൈ Elevate? ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റിന് ആദ്യം ഉത്തരം പറയാം. ഇപ്പം CH ഒരു ഫുൾ ടൈം പ്രൊഫഷണലിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ചെയ്യാൻ പറ്റും. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾ പഠിക്കണം എന്നൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി 2 hours ക്ലാസ് വരുന്നത്. അത് നമുക്ക് മോർണിംഗിലുണ്ട്, അതുപോലെ തന്നെ ഈവനിങ് സെഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വർക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് വന്നൊരു 2 hours മിനിമം, ഒരു ദിവസം 2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഡെയിലി വെറും 2 മണിക്കൂർ മാത്രം. അത് കഴിഞ്ഞ് നിങ്ങളുടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നിങ്ങൾ എന്താണോ അവിടെ പഠിപ്പിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ഓൾ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത്, ഇപ്പോൾ സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ കമ്പനി സർട്ടിഫിക്കേഷനും ഉണ്ട്, അതേപോലെ തന്നെ ഞങ്ങൾ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം വരുന്ന കാൻഡിഡേറ്റ്സിന് ആർക്കാണോ ആ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അവർ ഫസ്റ്റ് തന്നെ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാണ്ട് ജസ്റ്റ് ആ ഒരു വൗച്ചർ ഫീസിൽ നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതും ആ ഒരു എക്സാം എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുള്ളതും കൃത്യമായിട്ട് നമ്മുടെ ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ്സസ് കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇൻറ്റേൺഷിപ്പ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സോക്ക്
ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ VAPTയിൽ വരുന്നുണ്ട്, വൾണറബിലിറ്റി അസസ്മെൻറ്റ് ആൻഡ് പെനിട്രേഷൻ ടെസ്റ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഡിജിറ്റൽ ഫോറൻസിക്കിലാണ് നമുക്ക് വരുന്നത്. ഡിജിറ്റൽ ഫോറൻസിക്കിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് മുതൽ അഡ്വാൻസ് രീതിയിലേക്ക് ഒരു കുട്ടീനെ, അതും കൃത്യമായിട്ടുള്ള രീതിയിൽ, കാരണം എന്താണോ ഫോറൻസിക് എന്നുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാളും ഞങ്ങൾക്ക് ഒരു പക്ഷേ വളരെ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഫോറൻസിക് സൈഡ് ഞങ്ങൾക്ക് കവർ ചെയ്യാം. ഹൗ ക്യാൻ ലേണിംഗ് എത്തിക്കൽ ഹാക്കിംഗ് ഹെൽപ്പ് മീ ടു പ്രൊട്ടക്ട് മൈ ഓൺ കമ്പനി? ഇത് സ്റ്റുഡൻസിനെയും വർക്കിംഗ് പ്രൊഫഷണൽസിനെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഒരിക്കലുമല്ല. കാരണം ഇത് ഒരു ചെറിയ കുട്ടി എന്ന നിലയിൽ, ചെറിയ കുട്ടികൾ മുതൽ വലിയ വർക്കിംഗ് പ്രൊഫഷണൽസിന് വരെ എടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. അതുപോലെയാണത് ആ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിന് ഇത് ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവർ മാത്രമാണ്. കാരണം നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ അവർ അവെയർ ആയിരിക്കണം. കാരണം ഓരോ സൈബർ ത്രെഡ്സും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം, ഒരു ചെറിയ ലൂപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വലിയ തരത്തിലുള്ള ഡാറ്റ ലൂസും കാര്യങ്ങളും വരുന്നുണ്ട്. അതും എത്ര വലിയ കമ്പനീസിൽ നിന്ന് വരുന്നുണ്ട്. ഡാറ്റ ബ്രീച്ച് കാര്യങ്ങൾ നമ്മൾ പലരായിട്ട് കേൾക്കുന്നുണ്ടാവും. സോ നമ്മൾ ജസ്റ്റ് നമ്മുടെ മെയിൽ ID തന്നെ, ജസ്റ്റ് ഹാവൈപോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ മെയിൽ ബ്രീച്ച് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട്. അവർ പറയുന്ന, ആ കമ്പനി പറയുന്നിടത്തോളം സെക്യൂരിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു ഡാറ്റ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് പോകണമെങ്കിൽ അത്രയും വലിയൊരു ബ്രീച്ച് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ളതും, ഇപ്പോൾ ഒരു കോഴ്സ്, ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ഓണർ മുതൽ ഒരു വലിയ ബിസിനസ് ഓണർ വരെ മെയിൻലി ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത്. കാരണം ഞാനൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഓണറാണ് എന്ന് പറഞ്ഞ് എനിക്ക് സൈബർ ത്രെഡ്സിനെ ഒന്നും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു അവെയർ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ഇഷ്യൂസ് വരും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവെയർ ആയിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കോഴ്സ് എടുക്കുന്നതിന് പുറമെ മാക്സിമം പലതരത്തിലുള്ള സൈബർ സെക്യൂരിറ്റിയുടെ അവയർനെസ് ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കും പോവുക. അതെങ്ങനെയാണെന്ന്, പുതിയ പുതിയ മെത്തേഡ്സ് കാര്യങ്ങൾ എന്താണെന്നും അറിയുക. എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ബിസിനസ്സസ് അവരുടെ ഡിജിറ്റൽ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട മോസ്റ്റ് ക്രിട്ടിക്കൽ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയാസ് ത്രൂ നമ്മൾ അവയർനെസ് ബിൽഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം എൻഹാൻസ് വിസിബിലിറ്റി ത്രൂ. ഇപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി അവയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ്, പിന്നെ എന്തൊക്കെ ക്രിട്ടിക്കലായിട്ട് എന്തൊക്കെയാണ് റിയൽ വേൾഡിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരു വീഡിയോ, ഒരു മോക്കപ്പ് വീഡിയോസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ത്രൂ കൃത്യമായിട്ട് ആളിലേക്ക് എത്തിക്കാൻ നോക്കുക. അതാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ബിസിനസ്സസ് അവരുടെ ഡിജിറ്റൽ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട മോസ്റ്റ് ക്രിട്ടിക്കൽ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ഏതൊക്കെയാണ്? സ്ട്രോങ് പാസ്വേഡ്സ്, പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി ട്രെയിനിങ് ഫോർ ദ IT ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അതേപോലെ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, പിന്നെ പ്രോപ്പറായിട്ട് ഓൺ ടൈമിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഫയർ വാൾ ചെക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ബാക്കപ്സ് കാര്യങ്ങൾ. If something was wrong, how can your team can fix the issue? ടെക്നിക്കൽ സപ്പോർട്ട് ടീം, റൈറ്റ്? Yeah. ഓക്കെ. ഇപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ട് ടീമിൻ്റെ കാര്യം പറയാൻ 24/7 നമ്മുടെ സപ്പോർട്ട് ടീം അലേർട്ടായിരിക്കും. സോ എന്തെങ്കിലും ഇഷ്യൂസ്, ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ബഗ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 24/7 എന്ന് പറയുന്ന അവർ മോണിറ്റർ ചെയ്യാതിരിക്കുന്നതല്ല, അവർ മോണിറ്റർ ചെയ്യും. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ടീം അത് ക്യാച്ചപ്പ് ചെയ്ത് അത് ക്ലിയർ ചെയ്യും, അത് പാച്ച് ചെയ്ത് വിടും. അല്ല ബൈ ചാൻസ് എങ്ങാനും അത് നമ്മുടെ ഇപ്പോൾ ടീം കണ്ടെത്തിയില്ല, ആ ഒരു ഇഷ്യൂ കണ്ടെത്തിയില്ല, അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്ലയൻറ്റിന് കോൾ വന്നു, സോ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്, വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് വി ക്യാൻ ഫിക്സ് ഇറ്റ്. What is the duration of Ilava IT internship program and what about the placement assistance? ആക്ച്വലി നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോക്കിൽ, VAPT, ഡിജിറ്റൽ ഫോറൻസിക്കിൽ, ഈ ഒരു പ്ലാറ്റ്ഫോംസിലാണ് നമ്മൾ മെയിൻലി ഇൻറ്റേൺഷിപ്പ് ഒപ്പം കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് 100% നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അത് ഇൻ്റർവ്യൂവിലേക്ക് എങ്ങനെ, ഒരു ഇൻ്റർവ്യൂവിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സ്കില്ലപ്പ് ചെയ്ത്, അതുപോലെ തന്നെ അവരുടെ ഒരു കൃത്യമായിട്ട് റിസ്യൂം ബിൽഡ് ചെയ്ത് അവർക്ക് കൊടുത്ത് അതിന് ഫുൾ ടൈം നമ്മുടെ ടീം അവർക്ക് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവും. കാരണം ഒരു കമ്പനിയിലേക്ക് നമുക്കിപ്പോൾ ഏകദേശം ഒരു 3 to 4 കമ്പനീസായിട്ട് ടൈപ്പ് ഉണ്ട് അറ്റ് ദിസ് സ്റ്റേജ്. അപ്പം ആ ഒരു കമ്പനീസിലേക്ക് അവർ ഹയറിങ്ങിന് റെഡിയാണ് കുട്ടികളെ. സോ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികൾ, സ്കില്ല് മാത്രം മതി. കാരണം നമ്മുടെ സൈഡിൽ നമ്മുടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ കുട്ടികളത് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അത് ക്യാച്ചപ്പ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% കുട്ടികൾക്ക് പ്ലേസ്ഡ് ആവാവുന്നതാണ്. What about the certification that provided? സർട്ടിഫിക്കേഷൻ, നമ്മൾ സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലീഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന്. അതേപോലെ തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും.
പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 to 6 months ആണ്. ഇൻറ്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും വരുന്നത്. How does Eleva IT create customized solution for special industries or unique business needs? നമ്മൾ ആദ്യം ക്ലയൻറ്റിൻ്റെ വർക്ക് ഫ്ലോ പഠിക്കും, പിന്നെ അതേപോലെ തന്നെ ചാലഞ്ചസ്, പിന്നെ ഗോൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഏതാണോ യുണീക്കായിട്ട് ഒരു സൊല്യൂഷൻ ആ ഒരു ബിസിനസ്സിന് ഓക്കെ എന്ന് തോന്നുന്നത് ഫിക്സ് ആയിട്ട്, സോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കറക്റ്റായിട്ട് ഫുൾ ആ ഒരു ബിസിനസ് എന്താണെന്ന് ആദ്യം പഠിച്ചതിന് ശേഷം, സിംപിളി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായാലും സൈബർ സെക്യൂരിറ്റിയിലായിട്ടുണ്ടെങ്കിലും വെബിലായാലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലായിട്ടുണ്ടെങ്കിലും എല്ലാം സെയിം തന്നെ.